Hi friends, welcome back. അപ്പോൾ നമ്മളിന്ന് പോകുന്ന മാസ്റ്റർ പീസിനെ കാണാൻ. അപ്പോൾ മാസ്റ്റർ പീസിന് ഞാൻ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഷോപ്പിൽ അവർ ഉണ്ടാകാൻ അറിയില്ല, എന്തായാലും പോയൊക്കെ നമുക്ക്. അപ്പോൾ വീഡിയോ കാണുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നല്ല ചെറിയ ചാറ്റൽ മഴ ഉണ്ട്, പോരാത്തിന് നല്ല ബ്ലോക്കുമാണ്. പിന്നെ ഇവിടെ റോഡ് പണി നടക്കാൻ പാലം കയറി കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബ്ലോക്കാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിക്കണു. ഇതിന് നിസാർ ബാബും അതേമാതിരി അതിലും ഉണ്ടാറില്ല, നോക്കാം. നമ്മൾ വന്ന ടൈം നല്ല ടൈമിങ് കേട്ടോ. ഒരാളിവിടെ ഉണ്ട്, ബാബുവിനെ കണ്ടു. ഇനി അതിലെ കാണാമോ, അതിലൂടെ ഇല്ലാത്തതുകൊണ്ട് കണ്ടിട്ട് ഇവിടെ ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ വന്ന ടൈമിൽ ഇപ്പോൾ ഒരാൾ ഇവിടെ ഉള്ളൂ, നിസാർ ബാബു ഉള്ളൂ. മറ്റൊന്ന് ആദില് എന്ന വർക്കിന് പോയതാണ്, എന്താ ഫിറ്റിങ്ങിൻ്റെ വർക്കിന് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളെ കാണാൻ പറ്റി. ഒന്നും വേണ്ട. ഉണങ്ങിണ്ടാവൂലേ? നമുക്ക് എഡിറ്റിംഗ് ഒരുപാട് ടൈം കിട്ടാത്തതുകൊണ്ട് അതാണ് വീഡിയോ എടുത്ത് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റിങ്ങിന് കുറച്ച് സമയം എടുക്കും. നമ്മളെ ഇവിടുത്തെ ഷോപ്പിലെ പരിപാടി ഒരുപാടാവുമ്പോൾ നടക്കില്ല. ഇനി ഇറക്കാം. പിന്നെ ഒന്നാമത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ പ്രശ്നമില്ല. ഈ കൊറോണ ആയിട്ട് നമുക്ക് കുറേ സാധനം കിട്ടായി മറ്റേ കുഴപ്പങ്ങളൊക്കെ കുറേ ടൈം എടുത്തു. കുറേ പ്രൊഡക്റ്റ് ഈ ഓൺലൈനിൽ വരുന്ന സാധനങ്ങൾ വരാതെ ഓഫ്ലൈനിൽ കിട്ടിട്ടോ കിട്ടാതെ ഔട്ട്ഡോർ ചെയ്യും. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഔട്ട്ഡോർ വീഡിയോ ചെയ്യില്ല. ഒരു കൊല്ലം കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് മാസ്റ്റർ പീസിന്റെ ഷോപ്പിലാണ്. അപ്പോൾ മൂപ്പരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. എത്ര വർഷം നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷത്തോളമായി തുടങ്ങുന്നത്. ഡിസംബർ ആകുമ്പോൾ 4 വർഷമാവും. ഡിസംബർ 4 വർഷമാവും. ഓഗസ്റ്റ് ആയല്ലോ അല്ലേ? യൂട്യൂബ് ചാനലിന്റെ വരുമാനം കൊണ്ടാണോ നിങ്ങൾ ഇതിന്റെ മെയിനായിട്ട് അങ്ങനെ തന്നെ പറയാം. ഒരു 90% അങ്ങനെ തന്നെയാണ് ബിസിനസ് തുടങ്ങുന്നത്.
ഞങ്ങൾക്ക് എന്നുണ്ട്. ബിസിനസ് ഇതിന് മുമ്പുണ്ടായിരുന്നു, പക്ഷേ യൂട്യൂബായിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പൊതുവെ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ആൾക്കാരോട് പറയുന്നത് എപ്പോഴും നമ്മൾ സൈഡായിട്ട് നമ്മൾ യൂട്യൂബിലെ കാണാൻ പാടുള്ളൂ. ഈ സമയത്തും ഇതിൻ്റെ മോണിറ്റൈസേഷൻ നിൽക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് റീച്ച് കുറഞ്ഞാൽ നമുക്ക് വരുമാനം കുറയും. എപ്പോഴും ഒരേപോലെ പോയിക്കൊള്ളുന്നില്ല. യൂട്യൂബിൻ്റെ ഗ്രാഫ് എപ്പോഴും മുകളിൽ തന്നെ പോയിക്കൊള്ളുന്നില്ല. വ്യൂവേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസിന് നല്ല വ്യൂ കുറവാണെങ്കിൽ റേറ്റിംഗ് കുറയും, ചാനലിന് വ്യൂ എമൗണ്ട് കുറയും. അപ്പോൾ ചിലപ്പോൾ ജീവിക്കാൻ കഴിയാത്ത മാർഗമാവും. അതുകൊണ്ട് ഇതൊരു സൈഡായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. പിന്നെ നമ്മളെ അതിലിപ്പോ ഇവിടെ ഇല്ല, പുറത്ത് പോയതാണ്. ഇതിന്റെ വർക്കായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് പോയതാണ്. സമയം കഴിയും. ഒഴിവില്ല സമയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അധികം ഷൂട്ടിങ് കാര്യങ്ങളായിട്ട് പുറത്ത് പോവാണെങ്കിൽ ചിലപ്പോൾ ഫുള്ളായിട്ട് ക്ലോസ് ആയിരിക്കും. ഷോപ്പ് ഉണ്ടാവും, ആളുണ്ടാവും, ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. നമ്മളുണ്ടാവുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇതിന്റെ പുറമെ വേറെ ബിസിനസ് ഇല്ല, ഇതേ ഉള്ളൂ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മള് സ്റ്റുഡിയോ തന്നെയാണ് പറയണമെങ്കിൽ പറയാം. കൂട്ടത്തിൽ നമ്മൾ ബിസിനസ് കൂടെ ആക്കി മാറ്റിയാണ്. ഷൂട്ടിങ്ങിനുള്ളിലാണ് കഴിക്കല്. എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ, എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ആകും. എഡിറ്റിംഗ് 90% നമ്മൾ തന്നെ ചെയ്യും. ചിലപ്പോ നമ്മളെ ക്യാമറമാൻ ഉണ്ട്, അവരും ചെയ്യും. അതില് +2 പഠിച്ചു. ട്യൂഷൻ ഉണ്ടായി വീഡിയോ കൊണ്ട്. അതിൽ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. ഇതിന് ശേഷമാണ് അതിന് മുമ്പേ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് കുറെ ട്രൈ ചെയ്തതാണ്. പക്ഷെ ഒന്നും ക്ലിക്കായില്ല. 2-3 വർഷങ്ങളായിട്ട് ഒരു 10ാം ക്ലാസ് ആകുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കുറേ ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ക്ലിക്കായില്ല. ഇത് 2017 ലാസ്റ്റിൽ ആണ് ഈ മാസ്റ്റർ പീസ് തുടങ്ങുന്നത്. ഇങ്ങനെ പോകുന്നു. മൊത്തത്തില് ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മെയിനായിട്ട് 3 ചാനൽ മാസ്റ്റർ പീസ്, വ്ളോഗ്, ലൈവ്, 3 ചാനലാണ് മാസ്റ്റർ പീസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പേഴ്സണലായിട്ട് 2 ചാനൽ ഉണ്ട്. ആദ്യം ടോക്കും സർവവും 2 ചാനൽ കൂടെ ഉണ്ട്. ഇല്ല, അതിലെന്താ വെച്ചാൽ നമ്മളൊരു ഫാഷനായിട്ട് നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി തുടങ്ങുന്ന വീഡിയോസ് ആണ്. ആ 2 ചാനലും അങ്ങനെയാണ്. ഇല്ല, കുറവാണ്. നമുക്ക് ഒഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ചില സംഗതികൾ നമുക്ക് എന്താ വെച്ചാൽ മാസ്റ്റർ പീസ് ഇടാൻ മാത്രം വകുപ്പറ്റ് ഉണ്ടാവില്ല. എന്നാലും നമുക്കത് എവിടെയെങ്കിലായിട്ട് രേഖപ്പെടുത്തണം എന്ന് തോന്നുന്ന അങ്ങനത്തെ നമ്മളതായ ഒരു ഫാഷന് വേണ്ടി ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇല്ല, ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ. അതിനെ സംബന്ധിച്ച് ഓന് അതേപോലെയുള്ള ഓരോ ടോക്കിങ് ചെയ്യാൻ ഭയങ്കര താല്പര്യം. അതുകൊണ്ടാണ് ആദ്യം ടോക്ക് എന്നൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ ഓൻ്റെതായ ആശയങ്ങളൊക്കെ ഇങ്ങനെ കൈവരിച്ച് ഓനെ കിട്ടുന്ന വിവരങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണതാണ്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഈ സിനിമാറ്റിക് ഷോട്ടിനോട് ഒന്നുകൂടും പ്രത്യേകിച്ച് താല്പര്യമാണ്. പണ്ട് മുതലേ ഉണ്ട്, കൂടുതലാണ് ഈ ഡ്രോൺ ഷോട്ടുകളും അതേപോലെ തന്നെ സിനിമാറ്റിക് മൂവ്മെന്റ് നടത്തുന്ന ഓരോ വീഡിയോസ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് എടുക്കലുണ്ട്. പക്ഷെ എവിടെ അപ്ലോഡ് ചെയ്യലൊന്നുമില്ല. അപ്പോൾ പിന്നെ അതൊരു ചാനലാക്കിയിട്ട് മാറ്റിയതുകൊണ്ട് എക്സ്ട്രാ ഒരു ചാനലായിട്ട് എടുത്തു വെച്ചു. അതിന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശമൊന്നും അല്ല മെയിനായിട്ടുള്ള. ഫാഷനായിട്ട് നമുക്കിങ്ങനെ റെക്കോർഡായിട്ട് കുറെ കാലം കഴിയുമ്പോൾ കാണാം നമ്മളെ ലൈഫും കാര്യങ്ങളും. അതിനിങ്ങനെ ഇതിലുള്ളത് നമ്മളൊരു കണ്ടന്റ് ബേസ് അല്ലേ ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമ്മളെ കുറിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടി പേഴ്സണലായിട്ട് നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളത് നമ്മൾ ആചാര്യപ്പടിക്കലാണ്, കൊണ്ടോട്ടി അരീക്കോടിന്റെ ഇടയിൽ. എന്നാലും നിങ്ങളെ ചാനലിൽ എല്ലാവിധ ആശംസകളും. ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഓരോ ചാനലിലെയും വിജയം എന്ന് പറയുന്നത് ഓരോ സബ്സ്ക്രൈബേഴ്സാണ്. ഒരു സബ്സ്ക്രൈബർ ചെയ്ത് 2 സബ്സ്ക്രൈബറായി വരുമ്പോൾ 100-ൽ നിന്നും 1000-ലേക്ക് 1000-ൽ നിന്നും 10,000-ങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും മില്യണിലേക്കും എത്തട്ടെ എന്ന എല്ലാവിധ ആശംസകളും എന്റെയും അതിലൂടെ നിലവിലില്ല അതിന്റെ വക മാസ്റ്റർ പീസിന്റെ വക ആശംസിച്ചുകൊണ്ട് നമുക്കിത് പോയിട്ട് പേരെ നല്ലൊരു വീഡിയോ നമ്മളെ ക്യാമറാമാന് മാസ്റ്റർ പീസിന്റെ ക്യാമറാമാൻ എഡിറ്റർ എല്ലാം വേണേ. ഇപ്പൊ പുതിയൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് അന്ന് ഏരൊക്കെ ഇറങ്ങുന്ന പറഞ്ഞത്. എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കാണ്.